കേരളം കണ്ട ഏറ്റവും കുപ്രസിദ്ധരായ വനിതാ കുറ്റവാളികളിൽ ഒരാൾ. കൂടത്തായി കൊലപാതക പരമ്പരയിലെ പ്രതി ജോളിയെ അങ്ങനെ മലയാളിക്ക് മറക്കാൻ പറ്റുമോ? 6 പേരെ വകവരുത്തിയെന്ന കേസിൽ വിചാരണയ്ക്ക് ഹാജരാകുമ്പോഴും ജോളിക്ക് യാതൊരു കൂസലുമില്ല. ജോളിയുടെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഒരു സിനിമാ താരത്തെ പോലെ ജീൻസും ബനിയനുമൊക്കെ ധരിച്ചാണ് അവർ കോടതിയിലെത്തിയത്. കൊലപാതക പരമ്പരയിലെ അന്നമ്മ തോമസ് കേസിൽ ജോളിയെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചു. കേസിന്റെ വിചാരണ ഉടൻ ആരംഭിക്കും. ആദ്യ കേസായ റോയ് തോമസ് വധക്കേസിലെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. കൂടത്തായി കൊലപാതക പരമ്പരയിലെ റോയ് തോമസ് വധക്കേസിൽ വിചാരണ നടപടികൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. 130ലധികം സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 134 സാക്ഷിയും അന്വേഷണ ഉദ്യോഗസ്ഥനുമായ മുൻ ഡിവൈഎസ്പി ആർ ഹരിദാസിനെ വിസ്തരിക്കുന്നത് തുടരാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കോടതിയിൽ ഹാജരായില്ല. തുടർന്ന് ഇദ്ദേഹത്തിന്റെ സാക്ഷിവിസ്താരം ഓഗസ്റ്റ് 13 മാറ്റി. ഹരിദാസിന്റെ സാക്ഷിവിസ്താരം പൂർത്തിയാകുന്നതോടെ റോയ് തോമസ് കേസിൽ വിചാരണ പൂർണ്ണമാകും. കൊലപാതക പരമ്പരയിലെ ആദ്യ ഇരയായ പൊന്നാമറ്റത്തെ അന്നമ്മ തോമസ് കേസിൽ കോടതി പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. മാറാട് പ്രത്യേക കോടതി ജഡ്ജിയാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. നായയെ കൊല്ലുന്ന വിഷം നൽകി അന്നമ്മയെ ജോളി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. എന്നാൽ പ്രതിക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഈ കേസിൽ ജോളിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. പരമ്പരയിലെ മറ്റൊരു പ്രധാന കേസായ സിലി വധക്കേസിൽ ജോളി നൽകിയ വിടുതൽ ഹർജിയിൽ വാദം കേൾക്കുന്നത് കോടതി ഈ മാസം 17 മാറ്റി. മഷ്റൂം ഗുളികയിലും വെള്ളത്തിലും സയനൈഡ് കലർത്തി നൽകി സിലിയെ കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യയായിരുന്നു സിലി. 2002 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഒരു കുടുംബത്തിലെ 6 പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട സംഭവം 2019 പുറം ലോകം അറിയുന്നത്. ഇതിൽ 2011 സെപ്റ്റംബറിൽ ആദ്യ ഭർത്താവ് റോയ് തോമസിനെ സയനൈഡ് നൽകി കൊലപ്പെടുത്തിയ കേസിനാണ് കോടതിയിൽ ആദ്യം വിധി വരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.